യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. ഒറ്റ മക്കളായി ജനിച്ച ആരെങ്കിലും ഉണ്ടോ? അതായത് ഒരു വീട്ടിൽ ഒരേ ഒരാളേ ഉള്ളൂ, വേറെ ആരുമില്ല. ഓക്കെ, അവൻ എനിക്കറിയാം. വേറെ ആരെങ്കിലും ഉണ്ടോ? കാരണവന്മാരിൽ, മാതാപിതാക്കളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിള്ളേരിൽ ഒരാളെ നമുക്കറിയാം, ഒറ്റ മകനായിട്ട് ജനിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ. ഇപ്പം 2-3 മക്കൾ ജനിച്ചവരാണ് നമ്മുടെ കുടുംബത്തിലെങ്കിൽ, അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളൊരു ചിന്തയാണ്, എന്നേക്കാളധികം അപ്പൻ സ്നേഹിക്കുന്നത് ചേട്ടനെയാണോ ചേച്ചിയാണോ, എന്നേക്കാൾ കൂടുതലധികം അപ്പൻ സ്നേഹിക്കുന്നത് മറ്റേ ആൾ, അതിപ്പോൾ ആരും ആവാലോ, ഒന്നെങ്കിൽ ചേട്ടൻ, ചേച്ചി, അനിയൻ, അനീതി, ആരോ ഒരാൾ, അവരെയാണോ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിക്കാത്ത ഒരൊറ്റ ആൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പം എത്ര ഈക്വലായി സ്നേഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ, അത് യാഥാർത്ഥ്യമാകണം നിർബന്ധമൊന്നുമില്ല, അവരൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇതിനെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാതെ ഇപ്പോഴും ആ ചിന്തയിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. എന്നേക്കാൾ കൂടുതൽ സ്നേഹം അപ്പനെയാണ്, അല്ല അപ്പന് സ്നേഹം ചേട്ടനെയാണ്, അല്ലെങ്കിൽ അനിയനെയാണ്, ഇങ്ങനെ ചിന്തിക്കുന്നതിനൊരു കാരണമുണ്ട്. അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. ഇപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണം ഉണ്ട്. പലർക്കും പലതിനെയും വിട്ടുപോകുന്നതിൻ്റെ കാരണം ഈ ഒരു ചിന്തയാണ്. ഒരുവനൊരു ഗ്രൂപ്പിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ, അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ടീമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിനെ വിട്ടുപോകുന്നതിൻ്റെ കാരണം ഈ കാരണം തന്നെയാണ്. ഒരു പ്രാർത്ഥന കൂട്ടായ്മയാകട്ടെ, ഭൗതിക കൂട്ടായ്മയാകട്ടെ, അതൊരു ക്ലബ്ബാകട്ടെ, ചർച്ചാകട്ടെ, കമ്പനി ആകട്ടെ, എന്തുമാകട്ടെ, ഒരു വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാകട്ടെ, ഇവിടെയെല്ലാം ഈ ഒരു മേഖല കൊണ്ട് പലരും ഇട്ടുകൊണ്ടു പോകുന്നുണ്ട്. ആ ചിന്തയാണ്, ആരാണ് നമ്മളിൽ വലിയവൻ, ആരാണ് എന്നിൽ വലിയവൻ. അപ്പസ്തോലന്മാരിൽ പോലും ഈ ചിന്തയുണ്ടായിരുന്നു, അല്ലേ? 12 അപ്പസ്തോലന്മാരിൽ പോലും ഈ ചിന്തയുണ്ടായിരുന്നു. സെബദീപുത്രന്മാർ വന്ന് യേശുവിൻ്റെ മുൻപിൽ വന്ന് ഇതേ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റുള്ളവർ, അതായത് സെബദീപുത്രന്മാരുടെ അമ്മ വന്ന് യേശുവിനോട് നിന്റെ വലതും ഇടതും ഇരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി 10 പേർക്കും അവരോട് അസൂയ തോന്നി എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതൊട്ട് അവസാനത്തെ സംഭവമൊന്നുമല്ല, ഇതൊരിക്കലും അവസാനിക്കാനായിട്ട് പോകുന്നുമില്ല. ഇതെല്ലാ കാലവും ഉണ്ടാവും. നമ്മളിൽ വലിയവൻ ആരാണെന്നൊരു ചിന്ത പൊതുവെ എല്ലാവരിലും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ മനുഷ്യരുടെ അവസ്ഥയാണ്. ദൈവങ്ങളിലും ഇങ്ങനെ ചിന്തയുണ്ടോ? ദൈവങ്ങളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടോ? ഞങ്ങളിൽ വലിയവൻ ആരെന്ന്? ദൈവം എന്ന് വിളിക്കപ്പെടുന്നതും ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതും 2 സ്റ്റാൻഡും വ്യത്യസ്തമാണ്. നമ്മൾ വിജാതീയ ദൈവങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ചിന്ത പലപ്പോഴും ഉണ്ട്. വിജാതീയ ദൈവ സങ്കല്പങ്ങളെ നോക്കുമ്പോൾ ഒരുവനേക്കാൾ വലുത്, അതുകൊണ്ട് അടുത്ത ആൾ വരുന്നു, മറ്റവനെ ചവിട്ടി താത്തുന്നു, അവനെ മാറ്റുന്നു, ഇങ്ങനെ പല മിത്തുകളും കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളതിനെ മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ മാനുഷികമായ ചിന്ത എവിടെയുണ്ട്? ഈ പറയുന്ന ദൈവീക സങ്കല്പങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ദൈവീക സങ്കല്പങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. അതായത് പല ദൈവങ്ങളെന്നും ആ ദൈവത്തിൽ തന്നെ ഉന്നതനും ചെറിയവനും എന്നൊക്കെയുള്ളൊരു സങ്കല്പ രീതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ദൈവനിർമ്മിതമല്ല, അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമല്ല. അതെവിടെ നിന്നാണ് വരുന്നത്? മനുഷ്യനിൽ നിന്നാണ്. കാരണം എന്താ? അതെല്ലാം മാനുഷിക വികാരമാണ്. ദൈവത്തിൻ്റെ വികാരം അതാണോ? ദൈവത്തിൻ്റെ സ്നേഹം അതാണോ? ദൈവത്തിൻ്റെ ചിന്ത അതാണോ? അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആ ദൈവിക സങ്കല്പം തന്നെ തെറ്റാണെന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി എന്തുവാകട്ടെ, നമുക്കൊരു വചനം വായിക്കാം. 1 കൊറിന്തോസ് 15-ാം അധ്യായം 24-ാം വാക്യം. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. അപ്പോൾ ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളോട് മനസ്സിലാക്കാം. ഒന്ന്, അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്തു കഴിയുമ്പോൾ രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കും. അപ്പോൾ നമുക്ക് അതാരാണ് സമർപ്പിക്കുന്നത്? പുത്രൻ, അല്ലേ? പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ രാജ്യം സമർപ്പിക്കുന്നു. അതെന്ത് ചെയ്ത് കഴിയുമ്പോഴാണ്? എല്ലാ ഭരണവും അധികാരവും ശക്തിയും, അതായത്
തിന്മയുടെ ആധിപത്യങ്ങളെ, അവൻ്റെ ശക്തികളെ, അവൻ്റെ അധികാരങ്ങളെ, സാത്താൻ്റെ എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും തകർത്ത് കഴിയുമ്പോൾ രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ, എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു വാഴുന്ന ഒരു സമയം എല്ലാത്തിനെയും അവൻ്റെ പാദപീഠമാക്കുമ്പോൾ, പാദസേവകരാക്കുന്നത് വരെ അവൻ ഈ ഭൂമിയിൽ വാഴേണ്ടിയിരിക്കുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വാക്യം വായിക്കുക. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ ശത്രുവും, അതായത് വാഴ്ചകളും അധികാരങ്ങളും ശക്തിയും മരണമെന്ന അവസാന ശത്രുവും എന്ത് ചെയ്യണം? നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നേരെ കുറച്ചൊരു വേരിയേഷൻ നമുക്കവിടെ കാണാം. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിക്കാം, 27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് ആക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് എല്ലാത്തിനെയും നമ്മുടെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പാദത്തിന് കീഴിൽ ആക്കിയിരിക്കുകയാണ്. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ എന്തോ വലിയ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. അവ അധീനമാക്കിയവനൊഴികെ എന്ന് സ്പഷ്ടം. അപ്പൊ പുത്രൻ ഒഴികെ എന്ന് സ്പഷ്ടം. അടുത്ത വാക്യം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ എല്ലാം തീർന്നു, അല്ലെങ്കിൽ ഉള്ള കൺഫ്യൂഷൻ കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഓക്കെ, സമസ്തവും തനിക്ക് അധീനമാക്കി കഴിയുമ്പോൾ, സമസ്തവും അവിടത്തേക്ക് പിതാവായ ദൈവത്തിന് അധീനമാക്കി കഴിയുമ്പോൾ, സമസ്തവും തനിക്ക് അധീനമാക്കിയവന്, പിതാവാണ് അത് ചെയ്തത്, അപ്പൊ പിതാവിന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിനാണ്. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: പിതാവ് പുത്രന് അധീനനായി, പിതാവ് പുത്രൻ്റെ കീഴ്പ്പെട്ടു അല്ലെങ്കിൽ താഴോട്ട് വന്നു എന്ന് പറയുമ്പോൾ പുത്രൻ ചെറിയവനും പിതാവ് കുറച്ച് വലിയവനും എന്നല്ലേ അവിടെ പറയുന്നത്? അല്ല, അങ്ങനെ ഒരു ചിന്ത അവിടെ വരുന്നുണ്ടോ? പിതാവും പുത്രനും ഒന്നാണ്. പക്ഷെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പിതാവിൻ്റെ അധീനനായി പുത്രൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് പിതാവിൻ്റെ താഴേക്ക് പുത്രൻ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? അവിടെ വളരെ കൃത്യമായിട്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പുത്രൻ എന്നും പിതാവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പിതാവിന് അധീനനായി പുത്രൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി ഒരു വചനം വായിച്ച് കുറച്ചുകൂടി കൺഫ്യൂഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് കൂട്ടാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ കുറച്ചുകൂടി നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. ഞാൻ പോകുമെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും അപ്പനെയും മകനെയും എടുത്തു വെച്ചിട്ട് എങ്ങനെ പോയാലും ചിലപ്പോൾ പൊക്കം കൊണ്ട് കൂടിയാലും പ്രായം കൊണ്ട് അപ്പനാണ് വലുത്, അല്ലേ? ചിലപ്പോൾ മക്കൾ പൊക്കം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ മോനാണെങ്കിൽ എൻ്റെ ഭാര്യനേക്കാളും ഹൈറ്റായി. ഇപ്പം അവൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒറ്റക്കൈ കൊണ്ട് അവളെ വേണമെങ്കിൽ പൊക്കിയെടുക്കാം. കാരണം അത് ആരോഗ്യം കൊണ്ട് അങ്ങനെയായി മാറി. സ്വാഭാവികമാണ്, എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെ വളരും. പക്ഷെ അങ്ങനെ വളർന്നാലും പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ എല്ലാ കാര്യത്തിലും എവിടെയെങ്കിലും ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻസ് നമുക്കിവിടെ കാണാം. ഇവിടെ ദൈവവചനം പറയുകയാണ്, പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന് അഡ്മിറ്റ് ചെയ്തത്, അക്സെപ്റ്റ് ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ്? പുത്രൻ തന്നെ പറയുകയാണ്, ക്രിസ്തു തന്നെ പറയുകയാണ്, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. നേരത്തെ നമ്മൾ വായിച്ചു, ഞാൻ പിതാവിന് കീഴ്പ്പെടുന്നു എന്ന തരത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പുത്രൻ പിതാവിന് കീഴ്പ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുത്രനാണ് ദൈവം എന്ന് പറയുന്നു. പുത്രൻ ദൈവമായിരിക്കെ അല്ലെങ്കിൽ പിതാവിനോട് തുല്യനായിരിക്കെ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതേ ദൈവവചനം തന്നെ നമുക്കിവിടെ പുത്രൻ എളിയവൻ അല്ലെങ്കിൽ താഴ്ന്നവൻ, പിതാവ് കുറച്ചും കൂടി ഉയർന്നവൻ എന്ന ഒരു ആശയം കൂടെ നമുക്ക് ദൈവവചനത്തിൽ കിട്ടുന്നു. അപ്പോൾ ഏത് വിശ്വസിക്കണം, ഏത് അക്സെപ്റ്റ് ചെയ്യണം, ഏത് മുന്നോട്ട് പോകണം? എല്ലാവരുടെയും മുഖം എന്താണ്ട് എന്നെ കടിച്ചു കയറാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഈ ക്ലാസ് തീരുന്നവരെ ഈ കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കും, പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം, മൂന്നും തുല്യമാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല.
മഹത്വത്തിൽ, ദൈവതുല്യത്തിൽ, എല്ലാത്തിലും തുല്യമാണ് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ യഹോവ സാക്ഷികൾ ഈ വചനത്തെ ഭയങ്കരമായിട്ട് എടുത്തു വയ്ക്കുന്നു. ഇത് കണ്ടോ, പുത്രൻ ഇതാ താഴ്ന്നവനാണ്. യേശു തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. താൻ പിതാവിനേക്കാൾ താഴ്ന്നവനാണ്. അതുകൊണ്ട് അതൊരു മാലാഖ മാത്രമാണ്. അവനെ ആരാധിക്കേണ്ടതില്ല. ആരാധിക്കേണ്ടത് ദൈവത്തെയാണെന്ന് ആര് വിശ്വസിക്കുന്നു? പഠിപ്പിക്കുന്നു. യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഒരു കൺഫ്യൂഷൻ, എന്നാൽ ഈ വചനം വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതേ കൺഫ്യൂഷൻ തന്നെ നിൽക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ഡിനോമിനേഷൻ വെറുതെ ഒന്ന് ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഡിനോമിനേഷൻ ഫൈറ്റുകളില്ല, വ്യത്യസ്തതയില്ല. കാരണം എൻ്റെ ഡിനോമിനേഷനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന എൻ്റെ യൂട്യൂബിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് ഡിനോമിനേഷണൽ ഡിഫറൻസ് ഇല്ല. ഞാനത് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന. കാത്തലിക്സ് ആയിട്ടുള്ളവരൊന്ന് കൈവക്കാമോ? ഓക്കെ. യാക്കോബൈറ്റ്സ് ആയിട്ടുള്ളത് പെന്തക്കോസ്തൊന്നും ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, മറ്റ് ഡിഫറൻസ് ഇപ്പോൾ ഓർത്തഡോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈന്ദവരോട് ഉണ്ടെന്ന് എനിക്കറിയാം, മറ്റു വിശ്വാസത്തിലുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാനിത് ചോദിച്ചതിൻ്റെ ഉദ്ദേശം മാത്രമേ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു കാത്തലിക് ഫെയ്ത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഒരു പിതാവിനെ വിശ്വസിക്കുന്നു, ഒരു പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു, ഒരു മാതാവിനെ വിശ്വസിക്കുന്നു, അല്ലേ? ഒരു മദർ മേരി എന്നെ വിശ്വസിക്കുന്നു. ഇനി ആ മാതാവിനെ ദൈവമാതാവ് എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുന്നു, വിളിക്കുന്നു പലപ്പോഴും. അപ്പോൾ ദൈവത്തിനൊരു അമ്മയുണ്ടോ, മാതാവുണ്ടോ എന്നൊരു ചിന്തയൊക്കെ പലർക്കും വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ലൂക്കാ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അങ്ങനെയല്ലേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് വിളിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അങ്ങനെ തന്നെ വാക്യം പറയുന്നതിന് യാതൊരു വിധ മാറ്റവും ഇല്ല. അപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് എന്നുള്ളത് ഗ്രീക്ക് വാക്കിൽ കുരിയോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്നുള്ളത് യഹോവ തന്നെയല്ലേ എന്നൊരു ചിന്ത കൂടെ നമുക്ക്, കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എലിസബത്ത് കർത്താവിൻ്റെ അമ്മ, കർത്തൃത്വം വഹിക്കുന്നവൻ, യജമാനൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന കുരിയോസ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചപ്പോൾ, അപ്പോൾ അതും ദൈവത്തിൻ്റെ അമ്മ എന്ന് തന്നെയല്ലേ ഉപയോഗിച്ചത്? അതേ പുത്രൻ്റെ അമ്മയാണെന്നല്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു കൺഫ്യൂഷൻ നമുക്ക് വീണ്ടും വരാം. ഇനി ആ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, അപ്പോൾ യേശുവിനൊരു അമ്മയുമുണ്ട്, ഒരു അപ്പനുമുണ്ട്. ഒരു പിതാവിനെ നമുക്ക് കാണാം, പിതാവായ ദൈവത്തെ കാണാം, പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ കാണുന്നത് പോലെ തന്നെ ഒരു മാതാവിനെ നമുക്ക് കാണാം. ഈ ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ തന്നെ യഹോവ സാക്ഷികൾ വന്നിട്ട് ഈ ഒരു വചനം എടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആട്ടപ്പടലം ചീട്ടുകൊട്ടാരം തകരുന്നതുപോലെ നമ്മൾ തകർന്നു വീഴാനുള്ളതേ ഉള്ളൂ. പലർക്കും ദൈവിക സത്യങ്ങൾ വെളിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അർത്ഥ സത്യങ്ങൾ, പകുതി സത്യങ്ങൾ വെളിപ്പെട്ട് പലതിൻ്റെയും പിന്നാലെ പോകുന്നു, തെറ്റായ വിശ്വാസത്തിലേക്ക് വഴിപ്പോകുന്നു. അതിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് ഇന്ന് അധികവും. സത്യം വെളിപ്പെടുന്നവർ വളരെ കുറച്ചാണ്. ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നൊരു വാക്യം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് വചനം കൂടി ഉണ്ട്, അസത്യം നിങ്ങൾ അറിയുകയും അസത്യം നിങ്ങൾ വിശ്വസിക്കുകയും ആ അസത്യം നിങ്ങളെ ബന്ധനത്തിലാക്കുകയും ചെയ്യും. അല്ലേ? ഒരു പാലം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അല്ലേ? വേണ്ടേ? ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഞാനൊരു കാര്യം വിശ്വസിച്ച് ഇങ്ങനെ പോവുക, ഇത് സത്യമാണെങ്കിൽ ആ സത്യം എന്നെന്ത് ചെയ്യും? സ്വതന്ത്രനാക്കും. ഞാൻ വിശ്വസിക്കുന്നത് സത്യമല്ലെങ്കിൽ അതെന്നെന്ത് ചെയ്യും? അതിൻ്റെ കീഴ്പ്പെടുത്തും, അതിൻ്റെ ബന്ധനത്തിലാക്കും. അത് ചിലപ്പോൾ കൃപാസനത്തിൻ്റെ ബന്ധനമാകാം, അത് ചിലപ്പം എംപറർ എമ്മാനുവലിൻ്റെ ബന്ധനമാകാം, അത് ചിലപ്പോൾ യഹോവ സാക്ഷിയുടെ ബന്ധനമാകാം, അത് ചിലപ്പോൾ വണ്ണസിൻ്റെ ബന്ധനമാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു തിയോളജിയുടെ, ഒരു ദൈവശാസ്ത്രമെന്ന തലത്തിൽ നമ്മുടെ മുൻപിൽ വരുന്ന തെറ്റായ ധാരണയുടെ അന്ധകാരത്തിൻ്റെ കീഴ്പ്പെട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് തെസലോനിക്ക ലേഖനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സത്യത്തെ വിശ്വസിക്കായിക മൂലം അസത്യത്തിന് നിങ്ങൾ കീഴ്പ്പെടുന്ന ഒരു ദൈവാത്മാവ് തന്നെ ഒരു അസത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും, നിങ്ങൾ അതിന് കീഴ്പ്പെട്ടു പോകും. എന്തായാലും ദൈവം നമ്മളെ സത്യത്തിന് കീഴ്പ്പെടുന്നവരാണ്. ഇത്രയും ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കിയതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഈ പറഞ്ഞ വിശ്വാസമില്ല. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക സത്യദൈവമെന്നും തുല്യനാണെന്നുമുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കിയത്. അല്ലേ? ആണോ? അല്ലേ? ആണ്. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ആ തുറിച്ചു നോട്ടത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഞാൻ വായിച്ചത് 2 വചനമാണ്. ആ വചനത്തിൽ എന്താണെന്ന് ഒരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഒരു ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. യോഹന്നാന്റെ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതുവാൻ അനേകം പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ
ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. ആ വചനം വായിച്ച വലിയ വ്യാഖ്യാനമൊന്നുമില്ല, നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മളുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിശദീകരണം എഴുതാൻ അനേക പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. എത്ര പേര് സുവിശേഷം എഴുതി? നമ്മുടെ ഇടയിൽ നടന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ സംഭവ കഥകൾ അല്ലേ, ആ നടന്ന ദൃക്സാക്ഷി വിവരണങ്ങൾ. ആ ദൃക്സാക്ഷി വിവരണങ്ങൾ എത്ര എണ്ണമുണ്ട്? 4 ഉണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളുണ്ട് അല്ലേ. ഇനിയും വേറെ കുറേ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല? സുവിശേഷമായിട്ടോ ദൈവവചനമായിട്ടോ ദൈവ നിവേശിതമായിട്ടോ നമ്മൾ കണക്കൂട്ടുന്നില്ല. ഇൻസ്പിറേഷൻ പലതും ഉണ്ടാകാം. ദൈവത്തിൻ്റെ ആത്മാവിൽ ഇൻസ്പിറേഷൻ ഉണ്ടാകാം, ലോകത്തിൻ്റെ ആത്മാവിൽ ഇൻസ്പിറേഷൻ ഉണ്ടാകാം അല്ലേ, സ്വാഭാവികമായിട്ട്. സുവിശേഷം പ്രസംഗിക്കുന്നവർ പല വിധത്തിലുണ്ട്. ദൈവാത്മാവിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടാകാം, സ്വന്തം ആത്മാവിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടാകും. സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടു. ഇപ്പോൾ സൈചേട്ടൻ ഒരു സംഭവം കണ്ടു. ഒരു വ്യക്തി ഒരാളെ കൊല്ലുന്നത് കാണുക, ദൃക്സാക്ഷിയാണ്, കൊലപാതകമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. കൊലപാതകം കണ്ടു കഴിയുമ്പോൾ 2 തരത്തിലുള്ള ആളുകളുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളത് കണ്ണുകൊണ്ട് മറച്ച് ഓടി രക്ഷപ്പെടും. കാരണം ഞാൻ ഇനി സാക്ഷ്യം പറയാൻ പോയ പോലീസ്, പട്ടാളം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ കേസ് കൂട്ടമൊക്കെ ആയിട്ട് മൊത്തം കഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ആ വഴിക്ക് പോകത്തില്ല. പക്ഷേ ഇതേ കാര്യം തന്നെ നിങ്ങളൊരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആ കണ്ടത് പറയണ്ടേ എന്നൊരു മനസാക്ഷിക്കുത്ത് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ പോയി, ആരും നിങ്ങൾ കണ്ടത് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ പോയി ചിലപ്പോൾ ദൃക്സാക്ഷി വിവരണം എവിടെ പറയും? സ്റ്റേഷനിൽ പോയി പറഞ്ഞ് ഞാൻ കണ്ടു, ഇന്നയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. അതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ കൊടുക്കാം. കാരണം എന്താ? നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ ചോദ്യം ചെയ്തു. അതേ കാര്യം തന്നെ ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും ഒരേ വ്യക്തിയിൽ തന്നെ സംഭവിക്കാം അല്ലേ. മറ്റത് മനസാക്ഷിയാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ കൊണ്ട് നിർത്തിയത്. ഇത് തന്നെ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം കണ്ട് ഈ മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും മാത്രമാണ് ഉള്ളത്. സത്യത്തിൽ യോഹന്നാനും മത്തായും മാത്രമേ പരസ്യജീവിതം കണ്ടിട്ടുള്ളൂ. മർക്കോസും ലൂക്കോസും ആകട്ടെ തങ്ങൾ കേട്ട സുവിശേഷവും അതിൻ്റെ പരിശോധനയും അവർക്ക് ഏൽപ്പിച്ച കാര്യങ്ങളും വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, സുവിശേഷം എഴുതിയത്. എന്നാൽ യേശുവിനെ കണ്ട മറ്റു പലരും ഉണ്ട്. ഇവരും പലരും എഴുതിയിട്ടുണ്ട്. അവരുടെ ആവേശം കൊണ്ട് അവർ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലാരില്ല? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവേശമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അവരുടെ കസ്റ്റോഡിയൻ എഴുതിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഇടയിൽ നിറവേറ്റിയ കാര്യങ്ങൾ വിവരണം എഴുതാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂദാലേഖനം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? യൂദാലേഖനം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. 3-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂദാ എന്താണ് സുവിശേഷം, എന്താണ് ലേഖനം എന്ന് സ്പെസിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് പ്രിയപ്പെട്ടവർ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയായിരുന്നു. അപ്പം ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്താണ്? രക്ഷയെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം. എന്ന് വെച്ചാൽ യൂദാ സുവിശേഷം എഴുതാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രക്ഷയെക്കുറിച്ച് താൻ കണ്ടതും കേട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ യേശുവിൻ്റെ ഭൗതിക ജീവിതത്തിൽ ഈ 33 വർഷക്കാലം നടന്ന സംഭവങ്ങൾ എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത്. രക്ഷയെക്കുറിച്ച് എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ എന്നിട്ട് അടുത്ത് പറയാണ്, അതിനാൽ എഴുതാനാണ് ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത്. യൂദാ എഴുതിയത് ലേഖനമാണോ സുവിശേഷമാണോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ലേഖനമാണോ സുവിശേഷമാണോ? ലേഖനം എഴുതിയത്. അപ്പൊ യൂദാ പറയുകയാണ്, ഞാൻ രക്ഷയെക്കുറിച്ച് എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതായത് ഒരു ഡിബേറ്റ് നടത്തണം, ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം, ചില പ്രോബ്ലംസിനെ എടുത്ത് കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ലേഖനം എഴുതുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? സുവിശേഷമാണ് അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചിരുന്നത്. യേശുവിൽ നിറവേറ്റപ്പെട്ട കാര്യങ്ങൾ എഴുതാനാണ് യൂദാ ആഗ്രഹിച്ചിരുന്നത്.
ബട്ട് അതിൽ നിന്നും പരിശുദ്ധാത്മാവ് അവനെ പുറകോട്ട് വലിച്ച് വിശുദ്ധർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ കാര്യത്തിന് വേണ്ടി പോരാടണം. ദാറ്റ് മീൻസ് ലേഖനം എഴുതാൻ ദൈവാത്മാവ് അവനെ പ്രേരിപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ എന്താ എഴുതിയിരിക്കുന്നത്? മുഴുവൻ ലേഖനം എഴുതിയിരിക്കുന്നത് അല്ലേ? സുവിശേഷമാണ് എഴുതിയിരിക്കുന്നത്? അല്ല, ലേഖനമാണ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് രക്ഷയുടെ സുവിശേഷം എന്നല്ല, പകരം ഇതൊരു യുദ്ധമാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിന് മുഴുവൻ യുദ്ധമാണ് അല്ലേ? റോമാലേഖനം, കൊരിന്ത്യർ ലേഖനം, എല്ലാ ലേഖനവും, എഫെസ്യ ലേഖനം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് വിജാതീയരുടെ രക്ഷകനും പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും യഹൂദരുടെ രക്ഷകനും. യഹൂദരുടെ രക്ഷ ഇവർക്ക് വെളിപ്പെട്ടത്, മറ്റവരുടെ രക്ഷ ഇപ്പുറത്ത് വെളിപ്പെട്ടത്. ഈ ഒരു ഒറ്റ വാക്യത്തിൽ ഈ സാധനം പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം പൗലോസ് എഴുതിയത് ഒരു യുദ്ധമാണ് എഴുതിയത്. എന്താണ് ആ യുദ്ധം? വിശ്വാസികൾക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധർക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടമാണ് ലേഖനം. പൗലോസ് അപ്പോസ്തലനാണ് ലേഖനം എഴുതിയിരിക്കുന്നത്, യൂദാ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ സുവിശേഷം എന്താണ്? രക്ഷയാണ്. അപ്പോൾ സകല ലോകത്തിനുമുള്ള രക്ഷ എന്ന് പറയുന്നതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ തന്നെയാണ് അതിൻ്റെ ബേസിക്. 4 പില്ലറുകൾ അത് തന്നെയാണ്. ആ 4 പില്ലറില്ലാതെ ഒരു കെട്ടിടവും നിലനിൽക്കത്തില്ല, അതെല്ലാം തകർന്നു വീഴും. എന്നാൽ ലേഖനങ്ങളാകട്ടെ വിശ്വാസത്തിൻ്റെ തെറ്റായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രബോധനങ്ങളാണ്. ഇന്നതാണ് ശരി, ഇന്നതാണ് കറക്റ്റ്. വിശുദ്ധരെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനത്തിനും ഒരു റീസൺ ഉണ്ട്, ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ആ റീസൺ എന്താണ്? അന്ധവിശ്വാസം അവിടെ വന്നപ്പോൾ, തെറ്റായ പ്രബോധനം അവിടെ വന്നപ്പോൾ, നോസ്റ്റിക്കോ അല്ലെങ്കിൽ ഏകദൈവ രീതിയിൽ എന്ന് പറയുന്ന അരിയൂസ് വാദങ്ങളോ ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസം അവിടെ വന്നപ്പോൾ എന്താണ് സത്യവിശ്വാസം എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ലേഖനം. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതേ കസ്റ്റോഡിയനായ ഹോളി സ്പിരിറ്റ് തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷം. അവിടെയാണ് യൂദാ എടുത്തു പറയുന്നൊരു കാര്യം, ഞാനും ആഗ്രഹിച്ചത് സുവിശേഷം എഴുതാനാണ്. നിങ്ങൾ ലൂക്ക 1:1 എടുത്ത് വായിച്ചോ, അപ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമ്മുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതുവാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതിൽ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് യൂദാ. പക്ഷെ യൂദായെ ദൈവാത്മാവ് നിയോഗിച്ചത്, നോ, നീ അതല്ല ഇപ്പോൾ എഴുതണ്ടേ, നീ അത്യന്താപേക്ഷിതമായി നീ ഇപ്പോൾ ലേഖനം എഴുതി പോകണം. കാരണം ഇതാണ് സഭയ്ക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. സുവിശേഷം ഞാൻ വേറെ ആളെ കൊണ്ട് എഴുതിപ്പിച്ചോളാം. യൂദാ, ഈ യൂദയാകട്ടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. യേശുവിൻ്റെ അർദ്ധ സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടിയേനെ അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, എൻ്റെ ഇപ്പോൾ ബീം ബ്രദർ കുറച്ച് നേരത്തെ മുമ്പ് എൻ്റെ പാസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, എൻ്റെ പഴയ സ്വഭാവം പറഞ്ഞേ ഉള്ളൂ, ഒരല്പം നേരത്തെ മുമ്പേ. പക്ഷെ ബിപിൻ ബ്രദറിനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളുണ്ട്, അതാണ് ഡിനോ ബ്രദർ. കാരണം എന്താ? ഡിനോ ബ്രദർ എന്നെ ചെരുപ്പം മൊഴിയിൽ അറിയാം. ബിപിൻ ബ്രദറിനെ സംബന്ധിച്ച് ബിപിൻ ബ്രദർ ഈ ഊര് ചുറ്റി എല്ലാം ചുറ്റിക്കിറക്കി അവസാനം ചക്കയുടെ നാട്ടിൽ വന്ന് താമസിപ്പിച്ചപ്പോൾ മുതൽ മാത്രമാണ് എന്നെ അറിയുന്നത്. പക്ഷെ ഡിനോ ബ്രദർ എൻ്റെ അർദ്ധ സഹോദരനാണ്, ഫിസിക്കലി എൻ്റെ അർദ്ധ സഹോദരനാണ്, എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ ഞങ്ങൾ തമ്മിൽ അറിയുന്നതാണ്. ചെറുപ്പം മുതൽ എൻ്റെ എല്ലാ കൊള്ളരുതായ്മയും അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഡിനോ ബ്രദർ എന്നെക്കുറിച്ച് ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ ബിപിൻ ബ്രദർ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ പറ്റത്തില്ലേ? പറ്റില്ലേ? കാരണം എന്നെ കൂടുതൽ പരിചയമുള്ളത് ആരാണ്? ഡിനോ ബ്രദറാണ്. ഇദ്ദേഹത്തെ കൂടുതൽ പരിചയം. അപ്പം എൻ്റെ ചെറുപ്പം മുതലുള്ള എല്ലാ കൊള്ളരുതായ്മകളും അദ്ദേഹത്തിന് വേണമെങ്കിൽ എഴുതാം. യൂദ അതുപോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ലിറ്ററലി ചെറുപ്പകാരൻ വരെ എഴുതിപ്പിക്കാമായിരുന്നു. പക്ഷെ ദൈവത്തിന് അതൊരു ഉദ്ദേശമേ ഇല്ല. കാരണം ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണ് ഉദ്ദേശം? യേശു രക്ഷകനാണ് എന്ന് ഈ സുവിശേഷത്തിലൂടെ വെളിപ്പെടണം. ഇത്ര എഴുതിയാൽ മതി. അല്ലാതെ യൂദായുടെ ചെറുപ്പകാര്യം അല്ലെങ്കിൽ അവിടെ അങ്ങനെയായിരുന്നു ഇവിടെ എങ്ങനെയായിരുന്നു. ഇപ്പം യേശുവിൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും അറിയാവുന്ന കാര്യം നമുക്കറിയാവുന്ന എന്താ? 12-ാം വയസ്സിൽ യേശു ജനിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കാണാവുന്ന 12-ാം വയസ്സിലാണ്. 12-ാം വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 30-ാം വയസ്സിലാണ്. ഇതിൻ്റെ ഗ്യാപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. എന്നോട് ഈ ട്രെയിനിലിരുന്ന അമ്മിച്ചി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ യേശു 14-12 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെ എവിടെയായിരുന്നു? 12 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെ എവിടെയായിരുന്നു? നീ പറ. നീ ഞങ്ങളുടെ കൂടാരത്തിൽ വന്നാൽ നിനക്ക് മറുപടി കിട്ടും. ഞാൻ പറഞ്ഞു, ബൈബിളിൽ കൃത്യമായിട്ട് മറുപടി കിടക്കണ്ടേ? അമ്മച്ചിക്ക് അത് അറിയാൻ പാടില്ല കേട്ടാ, ആൻറ്റിക്ക് അത് അറിയാൻ പാടില്ല കേട്ടാ. കാരണം 12-ാം വയസ്സിൽ തിരിച്ചു വന്ന യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് അവർ മാതാവിനും പിതാവിനും വിധേയനായി നസ്രത്തിൽ ജീവിച്ചു അല്ലെ? അങ്ങനെയല്ലേ കിടക്കുന്നത്? അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നസ്രത്തിൽ തന്നെയായിരുന്നു. അതിനപ്പുറത്തോട്ട് വേറെ വലിയ മാറ്റമൊന്നും വേണ്ട. ദൈവവചനമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മറ്റെന്തോ ഒരു
ഉദ്ദേശമുണ്ട്. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി തരാം എന്ന് വിചാരിച്ചിട്ടാണ്, നീ പറടാ എവിടെയായിരുന്നു യേശു, എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ പറയ് എവിടെയായിരുന്നു. അല്ല അത് പറയാൻ പാടില്ല, അത് ഞങ്ങൾ ഇവിടെ ട്രെയിനിൽ വെച്ച് പറയത്തില്ല, ഞങ്ങൾ അവിടെ വെച്ച് പറയാം. വരൂ കൂടാരത്തിലേക്ക് വരൂ, ഞങ്ങൾ കൂടാരത്തിൽ അത് വെളിപ്പെടുത്തി. ഇവർ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവമാണെന്ന്. സത്യത്തിൽ ദൈവവചനം ഒന്നും മര്യാദയ്ക്ക് ആഴത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും. കാരണം 12 വയസ്സിൽ യേശുവിൻ്റെ കാര്യത്തിൽ തൊട്ട് താഴെ അവിടെ വചനം പറഞ്ഞിരിക്കുക, അവർ മാതാവിനും പിതാവിനും വിധേയപ്പെട്ട് നസ്രത്തിൽ ജീവിച്ചു. കാരണം യേശു രക്ഷകനാണെന്ന സത്യമാണ് ദൈവവചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അവരുടെ രക്ഷയെക്കുറിച്ചാണ് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ നമ്മളോട് എഴുതി വെച്ച് തന്നിരിക്കുന്ന കാര്യം. ലൂക്ക 1:1 ഒന്നുകൂടി വായിക്കാം, കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് ആ വചനം ഒന്നുകൂടി മനസ്സിലാക്കാം. നമ്മുടെ ഇടയിൽ നിറവേറ്റിയ കാര്യങ്ങളുടെ വിവരണങ്ങൾ എഴുതുവാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന് ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളതനുസരിച്ച്. ലൂക്ക പറയാണ്, ഞാൻ ഈ എഴുതിയ കാര്യം വചനത്തിന്റെ ശുശ്രൂഷകർ. ആരുടെ ശുശ്രൂഷകർ? വചനത്തിന്റെ ശുശ്രൂഷകർ, ദൃക്സാക്ഷികളും. ദൈവവചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരും ആയിരുന്നവർ. ഈ 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ഒന്ന്, ദൈവവചനത്തിന്റെ ദൃക്സാക്ഷികൾ. അപ്പൊ ദൈവവചനത്തിന്റെ ദൃക്സാക്ഷികൾ ആരാ? എന്താണ് ദൈവവചനം? യേശു ക്രിസ്തുവാണ് ദൈവവചനം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൃക്സാക്ഷികൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് യേശു എന്ന വാക്ക് ഉപയോഗിച്ചില്ല? അപ്പോസ്തലനായ ലൂക്ക അവിടെ പറഞ്ഞിരിക്കുന്നതാണ് വചനത്തിന്റെ ദൃക്സാക്ഷികൾ എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മത്തായി എഴുതിയപ്പോഴും മർക്കോസ് എഴുതിയപ്പോഴും ലൂക്ക എഴുതിയപ്പോഴും യോഹന്നാൻ എഴുതുമ്പോഴും അവർ യേശുവിനെ യേശുവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, വചനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമ്മളത് മനസ്സിലാക്കാതെ നമുക്കെല്ലാം ഇപ്പം എന്നെ സംബന്ധിച്ച് സംഗീതം എനിക്ക് ഒരു കടൽ പോലെയാണ്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, പി പി എടുത്തോ, പി പി. ഈ സാധനത്തിന് ഞാൻ ഭീമൃതനോട് ചോദിക്കും, ഭീമൃതനെ പി പി എടുത്തോ. അപ്പോൾ കീബോർഡാണ്, മറ്റേതെന്താണ്, ഗിറ്റാറാണ്. എന്നെ സംബന്ധിച്ചപ്പോൾ ഗിറ്റാറായാലും കീബോർഡായാലും എല്ലാം നമുക്ക് ഒരേപോലെയാണ്. ശബ്ദം വരുന്ന ഒരു സാധനം, അതാണ് നമുക്കെന്ത്, പി പി. ഇതിൻ്റെ അപ്പുറത്തോട്ട് വലിയ വലിയ എന്നെ ഇപ്പം ഇവർ ഇടയ്ക്ക് ഈ കോഡുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എ മൈനർ, സി മൈനർ, എനിക്കെല്ലാം ഒരുപോലെയാണ്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ മൈനർ ആയാലും മേജർ ആയാലും പാടണം, വായന ശബ്ദം വരുന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു സംഭവമില്ല. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് അല്ലേ, നമ്മൾ വചനം വായിക്കുമ്പോൾ അതിപ്പോൾ പുത്രനായാലും ക്രിസ്തു ആയാലും യേശു എന്ന് ഉപയോഗിച്ചാലും വചനം എന്ന് ഉപയോഗിച്ചാലും നമുക്ക് എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ദൈവാത്മാവ്, ഇതിൻ്റെ കസ്റ്റോഡിയൻ പരിശുദ്ധാത്മാവ് ഓരോ കാര്യത്തിനും കൃത്യമായ അർത്ഥം വെച്ചിട്ടാണ് ഓരോ വാക്കുപോലും ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമ്മളോട് ശ്രദ്ധിച്ച്, വചനത്തിന് ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമ്മെ ഏൽപ്പിച്ചു തന്നു. അപ്പൊ ലൂക്കയോടെ പറയുകയാണ്, മത്തായും യോഹന്നാനും പത്രോസും അങ്ങനെയുള്ള യേശുവിൻ്റെ 12 ശിഷ്യന്മാരും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നൊരു രക്ഷയുടെ സുവിശേഷമുണ്ട്. ആ പരസ്യ ജീവിത കാലത്തെ കാര്യങ്ങൾ വ്യക്തമായി പരിശോധന നടത്തി, അല്ലയോ തെയോഫിലോസ്, ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്, ഞാൻ വ്യക്തമായി പരിശോധന നടത്തി കൃത്യമായി ഞാൻ നിങ്ങൾക്ക് എഴുതി തരികയാണ്. ഇതാണ് ലൂക്ക തൻ്റെ സുവിശേഷത്തെ പറ്റി അവകാശപ്പെട്ട കാര്യം. ലൂക്ക തൻ്റെ സുവിശേഷത്തെ പറ്റി അവകാശപ്പെട്ട കാര്യം വീണ്ടും വായിക്കുകയാണ്. എബ്രായ ലേഖനം 2:3-4 വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് താൻ പ്രഖ്യാപിച്ചതും അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ച് തന്നു. ഇവിടെയും കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, പുത്രൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആണോ? അല്ല, കർത്താവ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുരിയോസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ കേട്ടവർ, ശ്രവിച്ചവർ നമുക്ക് സ്ഥിരീകരിച്ച് തന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനത്തിൽ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച്. ആണോ? നിങ്ങളൊന്നുകൂടി വായിച്ചോ. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട്, ഒന്ന് സുവിശേഷം എന്ന് പറയുന്ന രക്ഷയിൽ നടന്ന പരസ്യജീവിത കാര്യത്തെക്കുറിച്ചിട്ടാണ്. ആ പരസ്യജീവിത കാര്യമാണ് സുവിശേഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൃക്സാക്ഷി വിവരണം എന്ന ആശയം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ആ 2-ാം വാക്യം 3-ാം വാക്യം വായിച്ചോ. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ എഴുതി.
അല്ലെ? ആരംഭത്തിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പറയുകയാണ്, കർത്താവ് തന്നെ അത് പ്രഖ്യാപിച്ചത്, അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ബൈബിൾ തുടങ്ങുന്നത്. ബൈബിളിന്റെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന വാക്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങി വെക്കുന്നത്. വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവൃത്തി വെച്ച് നോക്കുമ്പം യൂദാസ് എന്ന വ്യക്തി ദൈവത്തിന്റെ രക്ഷയെ തള്ളിക്കളഞ്ഞ് വീണുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നിയമം വെക്കുകയാണ്, ആരംഭം മുതൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്നവരും ദൃക്സാക്ഷി ആയിരുന്നവരുമായിരിക്കണം 12ാമത്തെ അപ്പസ്തോലൻ. അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് നറുക്കിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 12 പേരിൽ ദൃക്സാക്ഷി ഒരുവനായ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ 2 ആരംഭം നമുക്ക് കാണാം. 2 ആരംഭം എന്തൊക്കെയാണ്? ഒന്ന്, ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്ന ആരംഭത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം ഒരു ടൈം സ്പേസ് മാറ്റർ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന കാലം മുതൽ, അതായത് ഭൂമിയോ ദൈവമോ ദൈവത്തിന്റെ സൃഷ്ടിയോ എന്തെങ്കിലും തുടങ്ങുന്ന സമയത്തെയാണ് ആദി എന്ന് പറയുന്നത്. ആ ആദിയെ കുറിച്ചിട്ടാണ് എവിടെ പറയുന്നത്? ഉൽപ്പത്തി 1 പറയുന്നത്, യോഹന്നാൻ 1 പറയുന്നത്, ഇതെല്ലാം അവിടെയാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത് വീണ്ടും ആദി മുതൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്നവർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആദി ഏതാണ്? യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലം മുതൽ ആ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത ആ 12 പേരിൽ ദൃക്സാക്ഷിയായി മുഴുവൻ കാര്യങ്ങളും കേട്ട കാര്യം അതെന്തിനെ കുറിച്ചാണ്? രക്ഷയെ കുറിച്ചിട്ടാണ്. രക്ഷയുടെ സുവിശേഷം പറയുമ്പോൾ ഈ 12 പേർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. നമുക്ക് എല്ലാവരും ചിന്തയുള്ളൊരു കാര്യമാണ്, മത്തിയാസിനെ തിരഞ്ഞെടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ആ സ്ഥാനത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠൻ പൗലോസ് അല്ലേ? ആണോ? അല്ലേ? അപ്പസ്തോല പ്രവൃത്തി ചെയ്ത് നമ്മളാരും അല്ലല്ലോ. പത്രോസിന് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? മത്തിയാസിനെ തിരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവിനാലാണോ അതേ പത്രോസിന്റെ ഇഷ്ടത്താലാണോ? പൗലോസാണ് 12ാമത്തെ അപ്പസ്തോലൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവല്ല, പത്രോസിന്റെ ഇഷ്ടത്തിലാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത്. മത്തിയാസിനെ തിരഞ്ഞെടുത്തത് പത്രോസിന്റെ വിഷയമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു വയ്ക്കുക. മറ്റവന്മാർ പറയുന്നുണ്ട് ഈ സാധനം, ഗേറ്റ് മിനിസ്ട്രിക്കാർ ഈ സെയിം സാധനം അടിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അത് വെറുതെ ഒന്ന് പെട്ടെന്ന് ആത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തെ ഇവിടെ തൊട്ടിട്ട് പോലും എഴുതിയിട്ട് പോലും ഇല്ല വിഷയം, ആ വാക്യം പോലും എഴുതിയിട്ടില്ല, പക്ഷെ പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞത്. അതായത് ആദി എന്ന് പറയുമ്പോൾ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അവിടെ ഈ 12 ദൃക്സാക്ഷികളെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളോട് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ആദിയിലുള്ള വചനത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ യേശു എന്നും വചനമെന്നും ക്രിസ്തു എന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണമെന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ വായിച്ച വചനം ഹെബ്രായ ലേഖനം അതിൻ്റെ 2:3 ഒന്നും കൂടി വായിക്കാം. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്, അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. ആരംഭത്തിൽ കർത്താവ് തന്നെ അത് വെളിപ്പെടുത്തി, ദൈവം താൻ വെളിപ്പെടുത്തി, ആ കേട്ടവർ നമുക്ക് എന്ത് ചെയ്തു? സ്ഥിരീകരിച്ചു തന്നു. ആരാ കേട്ടത്? കേട്ടതാരാ? 12 അപ്പസ്തോലന്മാർ അല്ലേ? ആ കേട്ടവർ നമുക്ക് എന്ത് ചെയ്തു? സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു തന്നു. ഇപ്പോൾ ഒരു കാര്യം, ഒരു വിഷയം, ഞങ്ങളിപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ കാറിൽ പോകുന്ന കഴിഞ്ഞപ്പം കുറച്ച് നേരം ഞാനാണ് കാർ ഓടിച്ചത്. അപ്പോൾ ഞാൻ കാർ ഓടിച്ചപ്പോൾ ഒരു 3 പേര് ഉറങ്ങി കുറച്ച് നേരം സ്വസ്ഥമായിട്ട്. നമ്മുടെ ആൻഡു ബ്രദർ ഉറങ്ങി, ബീം ബ്രദർ ഉറങ്ങി, ജൂലി സിസ്റ്റർ ഉറങ്ങി, 3 പേര് ഉറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു, എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഞാൻ വണ്ടി നിർത്തി, ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തി. കുറച്ച് നേരം ഞാൻ നോക്കി, ഒരു കണ്ണുറക്കം നോക്കി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ തട്ടി വിളിച്ചു, എനിക്ക് ആരെങ്കിലും വണ്ടി ഓടിക്കുക, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ട എന്തെങ്കിലും ഒരു കാര്യം ഇവർ കണ്ടിട്ടില്ല, ഞാൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്ന് വയ്ക്കുക. ഇവരത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത കാര്യം ഇവർക്ക് മനസ്സിലായി. ആ മനസ്സിലായ കാര്യം ഇവർ വന്ന് നാളെ ഇന്ന് ഇവിടെ നിങ്ങളോട് ദൃക്സാക്ഷി വിവരണമാണോ പറയുന്നത്, അതെയോ ഞാൻ കേട്ട ദൃക്സാക്ഷി വിവരണം ഞാൻ പറഞ്ഞതാണല്ലേ പറയുന്നത്? കംപ്ലീഷൻ ഏതായിരിക്കും? ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്റ്റേണൽ ആയിരിക്കും. അവിടെ എന്തൊക്കെ സാഹചര്യം, എന്തൊക്കെ സംഭവങ്ങളും എന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ടോ? ദൈവത്തിന് രക്ഷയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. 12 ദൃക്സാക്ഷികൾ തന്നെ ഈ വിവരണം പറയണം എന്നുള്ളതാണ് ദൈവം അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം. അതാണ് അപ്പസ്തോലന്മാരുടെ കാര്യത്തിൽ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ലൂക്കാ സുവിശേഷത്തിൽ മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും. ഇതിന് 3 കാര്യത്തിനാണ് ആരെ വിളിച്ചത്? അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്. തൻ്റെ കൂടെ ആയിരിക്കണം. പരസ്യ ജീവിതകാലത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് യേശു അവരിൽ നിന്ന് മാറിപ്പോകുന്നത്. ചില കാര്യങ്ങളിൽ 3 പേരെ മാത്രം
യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും മാത്രം വിളിച്ചു കൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, മറ്റുള്ളവരെ വിളിക്കാത്ത സന്ദർഭങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രത്യേകമായ വിഷയങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. മഹത്വത്തിൻ്റെ മലയിൽ, ആ മലയിൽ ദൈവം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവരോട് പറയുക, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന വരെ ഇതൊന്നും പറയരുത്. ആരോട് നിങ്ങൾ പറയരുത്, അതുവരെ പറയരുത്. ആരോട് പറയരുത്? ഈ ബാക്കിയുള്ള 9 പോലും പറയാനായിട്ട് അനുവാദമില്ല. അതിനുശേഷമാണ് പത്രോസ് പോലും തൻ്റെ ലേഖനത്തിൽ ഇത് പറയുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. എന്തൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, അതിനൊരു രഹസ്യമുണ്ട്, ദൈവിക രഹസ്യമുണ്ട്. ആ ദൈവിക രഹസ്യങ്ങൾ ഈ 12 പേരിൽ നിന്നും പിന്നെ 3 പേരിലേക്ക് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. എന്നാൽ 12 പേർക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വെളിപ്പെടുത്തിയിട്ടില്ല. ബാക്കി 12 പേർക്ക് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. യൂദാസിനെ നിങ്ങൾ നോക്കിയേ, ആവശ്യമുള്ള ഒറ്റ സന്ദർഭത്തിൽ കുമാരിൽ ഈ ചെലുത്താൻ മാത്രമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബൈബിളിൽ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിക്കോ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ യൂദാസില്ല, എന്നാൽ ബാക്കി എല്ലാ സമയത്തും അവനുണ്ട്. യേശു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കുമ്പോൾ ആരില്ല? യൂദാസില്ല. നമ്മളിൽ ചിലരിൽ നിന്ന് ഉറങ്ങും. എന്തുകൊണ്ടാ? നീ അത് കേൾക്കാൻ പാടില്ല, നീ അത് കേൾക്കാൻ പാടില്ല. നാശത്തിൻ്റെ പുത്രനായി നിന്നെ തള്ളിക്കളയാൻ നീ അത് കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉറക്കം വരുത്തി കളയും. സാത്താൻ അത് ചെയ്യുന്നത്. യൂദാസിനെയും അത് തന്നെയാണ്. ദൈവം ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് യൂദാസിനെ വലിച്ചു കൊണ്ടുപോകും. ആ നേരത്തെ അവൻ പറമ്പ് നോക്കാൻ പോകും, പുരോഹിതരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഒറ്റ കൊടുത്ത് എത്ര കാശില്ല, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അവൻ മാറിപ്പോവും. യൂദാസ് അവിടെ ഉണ്ടാവത്തില്ല. നിങ്ങൾ വചനത്തിൽ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ.